ഗൈസ്, അപ്പോൾ നമുക്ക് സേമിയ പായസം ഉണ്ടാക്കി തുടങ്ങിയാലോ. ഞാനിവിടെ അടിക്കട്ടിയുള്ള ഒരു സ്റ്റീലിൻ്റെ പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് 1.5 ലിറ്റർ പാല് ഒഴിച്ചു കൊടുത്തു. നമ്മളിതിൽ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഇനി നമ്മൾ ഈ പാല് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. 1.5 ലിറ്റർ പാല് 1 ലിറ്റർ പാലാവുന്നത് വരെ വേവിച്ചെടുക്കണം. പാല് നന്നായി വെന്താലാണ് നമുക്ക് സേമിയ പായസത്തിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ പായസം നമ്മൾ കുടിക്കുമ്പോൾ ഒരു പച്ചക്കുത്ത് നമുക്ക് വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പാലിനെ നന്നായിട്ട് തിളപ്പിക്കുന്നത്. 1.5 ലിറ്റർ പാല് 1 ലിറ്റർ പാലാക്കുന്നത് വരെ വേവിച്ചെടുക്കുന്നത്. ഇനിയിപ്പോൾ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് സേമിയം ചേർത്ത് കൊടുക്കണം. സാധാ സേമിയം മേടിച്ചിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യിലിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുത്ത സേമിയാണ് അപ്പോൾ അത്. ഇനി നമുക്കിത് പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. പാലിലേക്ക് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. റോസ്റ്റഡ് സേമിയ നമുക്കിപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ ടേസ്റ്റ് സാധാ സേമിയ മേടിച്ചിട്ട് ഇതുപോലെ നെയ്യിലിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് നമ്മളിതിൽ ഇടുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് കിട്ടുക. അപ്പോൾ സേമിയം ഈ പാലിൽ കിടന്ന് നന്നായിട്ടൊന്ന് വേവണം. വെന്തതിന് ശേഷം നമുക്കിതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/2 കപ്പ് പഞ്ചസാരയാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് മധുരത്തിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്കപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമുക്കിതിലോട്ട് നെയ്യിൽ റോസ്റ്റ് ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മൾ നെയ്യിൽ വറുത്ത അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇതിലോട്ട് ഇട്ട് കൊടുത്തു. നമ്മൾക്കിനി തീ ഓഫ് ചെയ്തു. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഈ പായസത്തിൻ്റെ ചൂടാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അല്ലെങ്കിൽ ഇത് പാടത്തട്ടി കഴിഞ്ഞാൽ പിന്നെയും നമുക്ക് കുടിക്കാനായിട്ട് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഈ ചൂടാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പാട തട്ടില്ല. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി സേമിയ പായസം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു 3-4 മുഴുവൻ ഏലക്ക ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ പായസം റെഡിയാക്കാൻ. കുറച്ച് കഴിഞ്ഞാൽ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞാൽ വീണ്ടും പായസം ഒന്ന് കട്ടയാവും. അപ്പോൾ കറക്റ്റ് പരുവാവും. ഇതാണ് കറക്റ്റ് പരുവം. ഈ പരുവത്തിൽ നമ്മളൊന്ന് അടുപ്പത്തു നിന്ന് മാറ്റി വയ്ക്കണം. കണ്ടില്ലേ, ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും പായസം ഒന്നും കൂടി കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു ഓണവിഭവമായി വരുന്നത് വരെ ഓക്കെ, ബൈ, താങ്ക് യു. നിന്റെ വാഴ പൊട്ടുന്ന ആ നിമിഷം നീ മരിച്ചെന്ന് കരുതിയാൽ മതി.